അയ്യോ എന്നെ കടിച്ച് കൊന്നേ. അയ്യോ അയ്യോ അയ്യോ. തമാശ കേട്ട ചിരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, തമാശ കേട്ടോണ്ട് കടിക്കുന്നവളെ ആദ്യമായിട്ട് കാണുക. ദൈവമേ, ഇതിനിപ്പോ എന്താ ഒരു മാർഗമുള്ള? ഡോക്ടറെ വിളിക്കാം. ഹലോ ഹലോ, ഇത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഉത്തമൻ ഡോക്ടർ അല്ലേ? ഉത്തമനല്ലടാ, കാഴ്ചവൻ. എന്റെ പേര് ഡോക്ടർ പി ഉത്തമൻ. അയ്യോ ഡോക്ടറെ, ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ ഇന്നലെ വന്ന സുനേത്രനാന്നേ. താൻ ഏത് സൂത്രനായാലും തന്റെ ഒരു സൂത്രം നടക്കില്ല, കാര്യം പറ. അല്ലെ ഡോക്ടറെ, ഞാൻ ഇന്നലെ നിന്നെപ്പോഴും ഒരു കല്യാണം കഴിച്ച് നിന്നപ്പി ഒരു മൂത്രം ഒഴിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഈ കൗണ്ടർ ഇവിടെ വന്ന് അടിക്കാമെങ്കിൽ ഡോക്ടർക്ക് നല്ല സമ്മാനം ഞാൻ തരുന്നതായിരിക്കും. എന്റെ പൊന്ന് ഡോക്ടറെ, അവള് കടിക്കും, അതാണ് അവിടെ അസുഖം. ആരെന്ത് തമാശ പറഞ്ഞാലും ചിരിച്ചിട്ട് ഉടനെ അങ്ങേരെ കടിക്കും. അത് കാരണം ഇന്നലെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഹണിമൂണിനെന്നും പറഞ്ഞുകൊണ്ട് ഊട്ടിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്ത്. ഇപ്പൊ ഞാനും അവൾ ഇവിടെ ഒറ്റയ്ക്കാ. ഇനിയിപ്പൊ ഞാൻ എന്തോ ചെയ്യും ഡോക്ടർ? ഇതൊന്നും അറിഞ്ഞൂടാതാണോ റൂം എടുത്തത്? അതല്ല ഡോക്ടറെ, അവള് കടിക്കുമെന്ന്. നീ കെട്ടിയത് പട്ടിക്കുട്ടിയാണോ പെൺകുട്ടിയാണോ? ഡോക്ടറെ, ഇതുപോലുള്ള പട്ടി കേസുകൾ എന്നെ വിളിക്കണേ, ദൈവം ഇത് വെച്ചിട്ട് പോ. എന്റെ പൊന്നു ദൈവമേ, ഇന്നത്തെ ദിവസം ഞാൻ ഒരു തമാശ പോലും പറയരുത്. ചേട്ടാ ചേട്ടാ, അയ്യോ കടിക്കാനല്ല, അല്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ ചേട്ടാ. എന്തുവാ? ഷോ, എനിക്കൊരു സംശയം. ഒരു സംശയം വേണ്ട, ഇത് നീ കടിച്ചത് തന്നെ. അതല്ലേ ചേട്ടാ, പിന്നെന്തോ? അച്ഛനെ സംശയം? അച്ഛനെ സംശയമൊന്നല്ല. പിന്നെ അച്ഛൻ പറഞ്ഞില്ലായിരുന്ന കല്യാണം കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് ചെല്ലാൻ. പിന്നെ എന്തിനായിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് അമ്മയോ ഇല്ല, ആകെപ്പാടുള്ള അച്ഛനാ. നീ വീട്ടിലോട്ട് ചെന്ന് കയറും, അങ്ങേരെ എന്തെങ്കിലും തമാശ പറയും, നീ അങ്ങേരെ കയറി കടിക്കും. അങ്ങേറെ ദേഹത്ത് അതിന് മാത്രമുള്ള മാംസം ഇല്ല. ഒന്ന് പോവാനിച്ച അവിടുന്ന്. ചേട്ടാ, എനിക്ക് വല്ലാതെ അങ്ങ് ബോറടിക്കുന്ന കേട്ടോ. അവക്ക് പല്ല് ധരിക്കുന്നു കടിക്കാനിട്ട്. ഓ, എന്റെ കൂട്ടുകാരെ സുരേഷ് പറഞ്ഞല്ലേ നിങ്ങൾ വലിയ തമാശക്കാരനാണെന്ന്. ആ തിണ്ടി എന്നിട്ട് നീ കടിക്കുന്ന കാര്യം പറഞ്ഞല്ലോടി. ചേട്ടാ, ഒരു തമാശ പറ. ഇന്ന് ഒരു വെറൈറ്റിക്ക് നീ തമാശ പറ, ഞാൻ ചിരിക്കാം. അയ്യോ, എനിക്ക് തമാശ പറയാൻ അറിയൂല, എനിക്ക് ചിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. കടിക്കാനും ഉണ്ടല്ലേ? നിങ്ങളുടെ ഫോൺ അടിക്കുന്നുണ്ട്. അയ്യോ, എന്റെ കൂട്ടുകാരൻ ഗോപിയാ. സുനേത്ര ഗോപിയാടാ, പറയടാ. ഗോപി സുനേത്രനാടാ, പറയടാ. അയ്യോ, എനിക്ക് വയ്യ ഈ ചേട്ടന്റെ ഒരു തമാശ. എന്തേട്ടാ, എനിക്ക് എന്താ പറ്റിയത്? ഞാനിപ്പോ എന്താ ചെയ്തത്? പറ. പിടിച്ചിട്ടുണ്ടോ പറയാന്ന് പറയുന്നത്? എന്റെ പൊന്നെ, എനിക്കിപ്പോ എന്താ പറ്റിയേ? മോക്കൊന്നുമില്ല, മോള് പോയി ഇത്തിരി വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം വേണ്ട, ചേട്ടാ ഇത്തിരി വെള്ളം കുടിക്ക്. നിന്നെ കെട്ടിയപ്പോ മുതൽ ഞാൻ കുടിക്കാൻ തുടങ്ങിയതാ വെള്ളം. ഹായ്, ചേട്ടന്റെ കയ്യിലെന്തോന്നോ സൂചിയില്ലാത്ത വാച്ചോ? ഇതെവിടുന്ന് മേടിച്ചേട്ടാ? കൈ കടിച്ചു മുറിച്ചിട്ട് സൂചി ഇല്ലാത്ത വാച്ചെന്ന് ഒന്ന് ബോഡി ഓടുന്നിട്ട്. ചേട്ടാ, എന്തുവാ തമാശ പറയാൻ പറയരുത്. അതിനല്ല ചേട്ടാ. പിന്നെന്തുവാ? നമ്മൾ ഇവിടുന്ന് ഹണിമൂൺ കഴിഞ്ഞ് പോകുന്നത് വരെ ചേട്ടൻ എന്നെ തേനമ്പിളീന്ന് വിളിച്ചാ മതി. അതുവരെ നീ എനിക്ക് ആയുസ് തരുവോ? അല്ല, ഈ തേനമ്പിളി എന്ന് പറഞ്ഞ എന്തുവാ? എന്റെ ചേട്ടാ, ഹണി എന്ന് വെച്ചാൽ എന്താ? നിന്നെ ഞാൻ കെട്ടിയില്ലേ, അത് തന്നെ വലിയ കെണി. കെണി എന്തുവാന്നല്ല ചോദിച്ചത്, ഹണി എന്ന് വെച്ചാൽ എന്താ? ഹണി എന്ന് പറഞ്ഞ തേനല്ലേ? അപ്പൊ മൂണെന്ന് വെച്ചാൽ എന്താ? മൂണെന്ന് പറഞ്ഞ അമ്പിളി. അതാ പറഞ്ഞ തേനമ്പിളിന്ന് വിളിക്കാൻ. ഓ ഓ ഓ, അങ്ങനെ തമാശക്കാരി. വേണ്ട, ഞാൻ ചിരിച്ചിട്ട് ഇനി അവളിവിടെ ചിരിച്ച പിന്നെയും കടി. ചേട്ടാ, ചേട്ടന്റെ വീട്ടിൽ പട്ടിയുണ്ടോ? ഇത്ര നാളില്ലായിരുന്നു, ഇപ്പൊ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. എന്തോന്ന്? അല്ല, ഒരെണ്ണത്തിനെ വാങ്ങണം എന്ന് പറഞ്ഞതാ. പക്ഷെ എന്റെ വീട്ടിൽ പട്ടിയുണ്ട്. ഓ, നീ ആയിരിക്കും എന്നാ. അല്ല, നല്ല ബുദ്ധിയുള്ള പട്ടിയാ. ദൈവമേ, നിന്റെ വീട്ടിൽ ഒരാൾക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ. അതെ, എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഞങ്ങളുടെ വീട്ടിൽ എന്നും രാവിലെ പത്രം എടുത്തോണ്ട് തരും. ആട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഏത് പത്രം വരുത്തുന്നത്? ഞങ്ങളുടെ വീട്ടിൽ പത്രം ഒന്നും വരുത്തുന്നില്ല, അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് തരുന്ന കാര്യം പറഞ്ഞല്ലോ. അയ്യോ, ഇതെന്തോന്ന്? താടെ ഏതോ ഒരു ചന്ദമാമൻ വിളിക്കുന്നുണ്ട്. ചന്ദമാമനോ? എടി ചന്ദ്രമാമൻ, ചന്ദമാമൻ. ഹലോ മാമ, പറ. എന്തുവാ? അയ്യോ, എപ്പോ ആണോ? ഞാൻ പറയാം. അവിടെ കുഞ്ഞമ്മ ഒളിച്ചോടിപ്പോയി. സീരിയസ് ആയിട്ടുള്ള കാര്യമാ, പറഞ്ഞാ ചിരിക്കത്തില്ല. ചേട്ടാ, എന്തിനു മാമൻ വിളിച്ചത്? അമ്പിളി, നിന്റെ കുഞ്ഞമ്മ പോയടി. അയ്യോ, എന്റെ കുഞ്ഞമ്മ പോയേ. എന്തോ കരയുന്നേ? ചേട്ടനല്ലേ പറഞ്ഞ കുഞ്ഞമ്മ മരിച്ചു പോയെന്ന്? മരിച്ചു പോയെന്നല്ലല്ലോ പറഞ്ഞത്, നിന്റെ കുഞ്ഞമ്മ ആരെയോ കൂടെ ഒളിച്ചോടി പോയെന്നാ പറഞ്ഞേ. എന്നിട്ടെന്താ? നിന്റെ ചിറ്റപ്പൻ ആ വീടും പറമ്പും എല്ലാം വിട്ടിട്ട് എങ്ങോട്ടോ പോയി. കുഞ്ഞമ്മ ഒളിച്ചോടി പോയത് എന്തിനേട്ടാ ചിറ്റപ്പ വീടും പറമ്പും വിറ്റു പോയത്? നിന്റെ അല്ലേ കുഞ്ഞമ്മ തിരിച്ചു വരുമെന്ന് കരുതിയിട്ടായിരിക്കും. ഈ ചേട്ടന്റെ ഒരു തമാശ. അമ്പിളി
എന്തേട്ടാ എനിക്ക് എന്താ പറ്റിയേ? എനിക്ക് എന്തേട്ടാ പറ്റിയത്? നിനക്കല്ല പറ്റിയത്, നിന്നെ കെട്ടിയെന്ന് മുതൽ പറ്റിക്കൊണ്ടിരിക്കുന്ന മൊത്തം എനിക്കാടി. എടി, നിന്റെ കല്യാണം കൂടാൻ വന്ന എന്നെ കല്യാണ ചെറുക്കം വന്നില്ലെന്നും പറഞ്ഞ് പിടിച്ച് കെട്ടിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ല അത് പേപ്പറില്ലാത്തൊരു ഡോബർമാൻ ആയിരിക്കുമെന്ന്. ചേട്ടാ ഞാൻ മനഃപൂർവ്വം അല്ല ഏട്ടാ. നീ അറിഞ്ഞോണ്ട് ചെയ്തതല്ലേ. ഇതെന്നെ ഒരു അസുഖമായിട്ടാ. അസുഖം? ഇതൊക്കെ നിനക്കൊരു ജോത്സ്യനായിട്ടാ പറഞ്ഞത് 2 കെട്ട് കഴിഞ്ഞാൽ എന്റെ അസുഖം മാറുമെന്ന്. അപ്പൊ നീ നേരത്തെ കെട്ടിയായിരുന്നല്ലേ വഞ്ചകി? സത്യം പറയടി, സത്യം പറയടി. എടി, നീ സത്യം പറ. ചേട്ടാ ഞാൻ എന്താ പറയാൻ ആ ജോത്സ്യം പറഞ്ഞു 2 കെട്ട് നിന്റെ അസുഖം മാറുമെന്ന്. എന്നാ നീ പോയി ജോത്സ്യനെ കെട്ടാൻ വയ്യായിരുന്നോ? അയ്യോ ഞാൻ ചോദിച്ചതാ, പക്ഷെ സമ്മതിച്ചില്ല. അവന് വിവരമുണ്ട്, അതുകൊണ്ടാ സമ്മതിക്കാഞ്ഞേ. അയ്യോ ജോത്സ്യനല്ല സമ്മതിക്കാൻ, പിന്നെ? അയാളുടെ ഭാര്യ 2 മക്കളും ആ സമ്മതിക്കാഞ്ഞേ. എടി, നീ സത്യം പറയില്ല, നിന്നെ കൊല്ലും ഞാനും ചാവും. നിനക്ക് പിള്ളേരെത്ര? സത്യമായിട്ട് ചേട്ടാ എനിക്ക് പിള്ളേരൊന്നും ഇല്ല. നിനക്ക് പിള്ളേരുണ്ട്? സത്യം പറയടി. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, കല്യാണത്തിന് അന്ന് അങ്ങേര് താലി എടുത്ത് അങ്ങോട്ട് കെട്ടിയപ്പോഴേ ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനും ചിരിച്ചു, അങ്ങേരും ചിരിച്ചു. ഞാൻ കഴുത്തിന് ചാടി ഒറ്റക്കടി. അന്ന് പോയ പോക്ക പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. അയ്യോ, സമാധാനമായി. എന്നാലും ചേട്ടൻ എന്നെ കൊല്ലൂന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ തമാശ പറഞ്ഞില്ലേ പൊന്നുമോളെ. ശരിക്കും ചേട്ടൻ തമാശ അറിഞ്ഞേണോ? പിന്നെ അല്ലാതെ. സത്യായിട്ടും എന്നെ കൊണ്ടാ പോകുന്നു.